കൈജു നമ്പർ 8 10ാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഭീമാകാരമായി മാറിയ ആ ചുവന്ന കൈജുവിനെ കണ്ട് ആർക്കും വിശ്വസിക്കാനായില്ല. ഹോഷനയ്ക്ക് അത്ര വലിയ ഒരു ജീവിയെ ഒറ്റയ്ക്ക് നേരിടാനാവില്ലെന്ന് ഓക്കനോക്കി തിരിച്ചറിഞ്ഞു. ആ കൈജു ഹോഷനയ്ക്ക് നേരെ തിരിഞ്ഞു. ഹോഷന അപകടത്തിലാണെന്ന് കഫ്കയ്ക്കും അനുഭവപ്പെട്ടിരുന്നു. അവൻ ഉടനെ അവിടേക്ക് ഓടി. കൈജു ശക്തിയായി ഇടിച്ചു. ഹോഷിനെ ഒഴിഞ്ഞു മാറി. എന്നിട്ട് കുതിച്ചു വന്ന അതിന്റെ ദേഹത്തിൽ കൂടി മുകളിലേക്ക് ഓടിക്കേറിയിട്ട് അതിന്റെ കഴുത്തിന്റെ ഭാഗത്ത് ആക്രമിച്ചു. ചോര ചിതറി. പിന്നെയും ചാടി വന്ന് കറങ്ങി അതിന്റെ കാലിൽ ആക്രമിച്ചു. കൈജു ഒന്ന് ഉറക്കെ അലറിയിട്ട് ഇടിക്കാൻ തയ്യാറായി. നിന്റെ സ്പീഡ് നിന്നെ രക്ഷിക്കില്ല. ഒഴിഞ്ഞു മാറി ഓടിയ ഹോഷിന ഉയർന്നു ചാടി അതിന്റെ മുഖത്ത് വെട്ടി. എന്നാൽ കൈജു മുഖമടച്ചപ്പോൾ ഹോഷിന സ്റ്റക്കായി. എന്നിട്ടത് ആയത്തിൽ ഹോഷിനയെ വലിച്ചെറിഞ്ഞു. എന്നാലും ഹോഷിന തിരിച്ചു വന്നതിന്റെ കാലിൽ ആക്രമിക്കാൻ തുടങ്ങി. ഹോഷിനയുടെ പ്രയത്നം കണ്ട് ബാക്കിയുള്ളവർക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ ഹോഷിനയുടെ ബ്ലേഡുകൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നില്ല. അതാണ് അവന് വലിയ കൈജുകളെ ഇഷ്ടമല്ലാത്തത്. സ്പീഡ് ഉപയോഗിച്ച് അതിന്റെ പുറത്തെ കോറിലെത്തപ്പെടാൻ അവൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഹോഷിന ചോര തുപ്പി. എക്സീഡിംഗ് ഓപ്പറേഷണൽ ലിമിറ്റ്സ്, മാക്സിമം റിലീസ് ഉടനെ ക്യാൻസൽ ചെയ്യുക എന്ന അലേർട്ട് വന്നു. മാക്സിമം റിലീസ് ചെയ്തിട്ട് 10 മിനിറ്റ് ആയതുകൊണ്ടാണെന്ന് ഓക്കനോക്കി. അതുകൊണ്ട് അത് നിർത്തണമെന്ന്. ഉടനെ കൈജു ഹോഷിനയ്ക്ക് നേരെ ഹോഞ്ചുകളെ അയച്ചു. അവനത് ഡോഡ്ജ് ചെയ്ത് ഓടി നിന്നു. അപ്പോൾ എനിക്കിനി കൂടിപ്പോയാൽ 1 മിനിറ്റ് കൂടി കിട്ടും. അപ്പോൾ മറ്റൊരു ഹോഞ്ചു അവന് നേർക്ക് വന്ന് സ്വയം പൊട്ടിത്തെറിച്ചു. അതിന് പിറകെ വന്ന ഹോഞ്ചുകളും അതുപോലെ തന്നെ ആവർത്തിച്ചു. ഇവറ്റകൾ സ്വയം പൊട്ടിത്തെറിച്ചു. ഹോഷിന പുകയിൽ നിന്നോടിയ സമയത്ത് അവൻ ചിന്തിച്ചു, അതൊരു കൈജുവിനെ പോലെ തന്നെയാണ്. കഠിന ഹൃദയൻ, ജീവനുള്ള മിസൈൽ പോലെയാണവ. പക്ഷേ എനിക്കതൊരു നല്ല പുകമറ ഉണ്ടാക്കി തന്നു. ബിൽഡിങ്ങുകളിൽ കൂടി കയറി അതിവേഗം മുകളിലേക്ക് കുതിച്ച ഹോഷിന അതിനെ പിറകിൽ നിന്ന് ആക്രമിക്കാൻ ചാടി. എന്നാൽ പെട്ടെന്ന് അതിന്റെ പുറത്ത് നിരവധി കണ്ണുകൾ പൊട്ടിമുളച്ചു. ഹോഷിനയെ കൈജു അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. ഹോഷിന നിരവധി ബിൽഡിങ്ങുകളും തകർത്താണ് പോയി വീണത്. ലിമിറ്റ് എക്സീഡഡ്, ക്യാൻസലിംഗ് മാക്സിമം റിലീസ്, ഉടനെ വൈദ്യസഹായം തേടുക. 200 വർഷങ്ങൾക്ക് മുൻപ് നിന്നെ അവർ ഒരു ബുദ്ധിജീവിയെ പോലെ കണ്ടേനെ. പക്ഷേ വാളുകളുടെ യുഗം കഴിഞ്ഞിരിക്കുന്നു. നിനക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ സോഷിറോ. ഡിഫൻസ് ഫോഴ്സിൽ ചേരുന്നത് ഉപേക്ഷിച്ചേക്ക്. കുട്ടിയായിരുന്ന ഹോഷിനയോട് അവന്റെ പിതാവ് പറഞ്ഞു. ഹോഷിനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പരിഭ്രമിച്ച് ഓക്കനോക്കി അവനെ നിരന്തരം വിളിച്ചു. പേടിക്കണ്ട, എനിക്ക് ജീവനുണ്ടേ. എല്ലാവർക്കും ആശ്വാസമായി. ഞാൻ എന്റെ ഷീൽഡ്സ് മാക്സിമം ആക്കിയായിരുന്നു. എന്നാലും ആ കൈജു ഒരു ട്രക്ക് ഇടിക്കുന്ന പോലെ ഇടിച്ചേ. ഹോഷിന കഷ്ടപ്പെട്ട് എണീറ്റ് നിന്നു. എനിക്കെന്റെ മാക്സിമം റിലീസ് നഷ്ടമായി. അപ്പോ ഇനി എനിക്ക് എന്ത് ചെയ്യാനാവും? പുറത്ത് എന്താണ് നടക്കുന്നത്? ഹോഷിന ഓക്കനോഗിയോട് ചോദിച്ചു. ജനങ്ങളെയെല്ലാം പൂർണ്ണമായും ഒഴിപ്പിച്ചു. യോജുവിനെതിരെയും നമ്മൾ മുന്നേറാൻ തുടങ്ങി. കൈജു ഹോഷിനയ്ക്ക് വേണ്ടി തിരഞ്ഞ് അവിടമാകാൻ തകർക്കുകയായിരുന്നു. എന്നാൽ ഹോഷിന അതിനടുത്ത് വന്നു. ആണോ, കൊള്ളാം. അപ്പൊ ഞാനും അവസാനം വരെ ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ഫൈറ്റ് ചെയ്യാനാവില്ല എന്ന് ഓക്കനോഗി. അപ്പോൾ കൈജു അവനെ കണ്ട് ആക്രമിച്ചു. ഉയർന്നു ചാടിയ ഹോഷിന മുകളിൽ നിന്നും വന്നതിന്റെ മുഖത്ത് വെട്ടി. എന്നാൽ മുറിഞ്ഞ ഭാഗം അത് ഉടനെ തന്നെ ഹീൽ ചെയ്തു. കൈജു പിന്നെയും ആക്രമിച്ചു. എനിക്കിപ്പോൾ മനസ്സിലായി, ആ ആയുധം കൊണ്ട് നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ഓടുന്ന ഹോഷിനെ ആക്രമിക്കാൻ യോജു പിറകെ കുതിച്ചു. നിനക്കതിപ്പം മനസ്സിലായതേ ഉള്ളൂ. അതെനിക്ക് ആദ്യമേ അറിയായിരുന്നു. പറന്നു വന്ന യോജു ഹോഷിനയുടെ അടുത്ത് വന്ന് പൊട്ടിത്തെറിച്ചു. ഇതുപയോഗിക്ക് സോഷിറോ. തോക്കുകളുമായി നിനക്ക് അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ കുറവാണ്. ഈ കാലത്ത് അത് ഫലിക്കില്ല. ഇതുപേക്ഷിക്ക് ഹോഷിന-കുൻ. ഓരോ വർഷത്തിലും കൈജുവിന്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിപ്പാണ്. നിനക്ക് വാളുകൾ മാത്രമേ ഉപയോഗിക്കാൻ അറിയുന്നുള്ളൂവെങ്കിൽ നീ അവിടെ മരിച്ചു വീഴും. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആൾക്കാർ ഇതെന്നോട് പറയുന്നതാ. ഹോഷിന എണീറ്റോടി. പക്ഷേ അവൾ എന്നോട് മറ്റൊന്നാണ് പറഞ്ഞത്. ഹോഷിന സോഷിറോ, നീ ഒരു ബ്ലേഡ് സ്പെഷ്യലിസ്റ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ അതെ, പക്ഷെ എല്ലാവരും പറയുന്നത് പോലെ ഹോഷിനയോട് വാൾ ഉപേക്ഷിക്കാനല്ല മീന പറഞ്ഞത്. പകരം എനിക്ക് നിന്റെ സഹായം വേണമെന്നായിരുന്നു. നീ എന്റെ ഫോഴ്സിൽ ചേരുമോ ഹോഷിന? ഒരിക്കൽ ശക്തനും ചെറുതുമായ എതിരാളിയെ നമ്മൾ ഏറ്റുമുട്ടാൻ ഇടവന്നേക്കാം. പിന്നെ ഞാൻ നിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് വാൾ ഉപയോഗിക്കാനേ അറിയില്ല. പറ്റുവാണെങ്കിൽ ഞാൻ കറിക്കത്തി പോലും എടുക്കാൻ മടിക്കും. മുന്നോട്ട് വന്ന മീന അവന്റെ നേർക്ക് കൈനീട്ടി ചോദിച്ചു. എനിക്കെന്റെ ശത്രുവിനെ വെടിവെച്ചിടേണ്ട സമയത്ത് നീ എനിക്കായി അതിനുള്ള വഴിയൊരുക്കി തരുമോ? അവരെന്നെ ഈ ബേസിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. ഇനി ചത്താലും ഞാനിത് സംരക്ഷിക്കും. കൈജുവിന്റെ പുറത്തേക്ക് ഓടിക്കേറിയ ഹോഷിന അതിന്റെ നെഞ്ചത്ത് തന്നെ വെട്ടി. എന്നിട്ട് കുതിച്ചു എന്നതിന്റെ കഴുത്തിൽ വെട്ടി. പിന്നെയും കുതിച്ചു എന്ന് ചന്നം പിന്നെ വെട്ടി. അടുത്തത് വെട്ടാനായി ചാടി വന്നപ്പോൾ ഹോഷിനെ അത് പിടുത്തമിട്ടു. ഹോഷിന വേദന കൊണ്ട് ഞെരിഞ്ഞു. കഫ്കയ്ക്ക് അത് കണ്ട് സഹിക്കാനായില്ല. അവൻ മുന്നോട്ട് കുതിച്ചു. അവൻ അവിടെ വെച്ച് ട്രാൻസ്ഫോം ആയാൽ ആത്മഹത്യ ചെയ്യുന്ന പോലെയാണത്. വേണ്ട എന്ന് ഇച്ചിക്കാവ വിളിച്ചു പറഞ്ഞു. എന്നാൽ കഫ്ക രണ്ടും ഉറപ്പിച്ചായിരുന്നു. സുഹൃത്തുക്കളുടെ ജീവനാണ് സ്വജീവനേക്കാൾ അവന് മുഖ്യം. കഫ്ക രൂപം മാറാൻ തുടങ്ങി. അപ്പോൾ ഗുഡ് വർക്ക് എവരിവൺ. എല്ലാവരും ഞെട്ടിപ്പോയി.
ആ ശബ്ദം. എടാ കൈജു, ഞാൻ ജയിച്ചു. പെട്ടെന്ന് കൈജുവിന്റെ ഒരു കൈ വെടിയേറ്റ് തെറിച്ചു പോയി വീണു. മറ്റേ കൈയിലിരുന്ന ഹോഷിന സ്വതന്ത്രനായി. ഞാൻ ഈ ബേസിലെ വൈസ് ക്യാപ്റ്റനാണ്, ഞാൻ അവർക്ക് എന്റെ ബാറ്റൺ കൈമാറുന്നു എന്ന് ഹോഷിന. ഓക്കനോഗി, ഇതൊരു എമർജൻസി ആയതുകൊണ്ട് ഞാൻ പ്രൊസീഡിങ്സ് എല്ലാം സ്കിപ്പ് ചെയ്യുകയാണ്. ക്യാപ്റ്റൻ ആഷിറോ മീന തോക്കുമായി റെഡിയായി. കൈജു മിന്നയുടെ നേർക്ക് അലറി. ഉടനെ തന്നെ മീന അതിന് നേർക്ക് നിറയൊഴിച്ചു. അതിന്റെ വലത്തെ കൈ പരിക്ക് പറ്റി അറ്റുപോയി. അപ്പോൾ തന്നെ യോജുകൾ പറഞ്ഞു എന്ന് മീന നിന്നിടം അറ്റാക്ക് ചെയ്തു. മീന ആ കെട്ടിടത്തിൽ നിന്നും താഴെ ചാടി ഓടി. എന്നാൽ ആ ചെറിയ സമയത്തിനുള്ളിൽ കൈജു റീജനറേറ്റ് ചെയ്തു. അപ്പോൾ ഓക്കനോഗി കൈജുവിന്റെ കോറ് അതിന്റെ പുറത്ത് 4-ാമത്തെയും 6-ാമത്തെയും തൊറാസിക് വെർട്ടിബ്രയുടെ ഇടയിൽ എവിടെയോ ആണ് എന്ന് മീനയോട് പറഞ്ഞു. ഒളിച്ചിരുന്ന ഹോഷിന ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അതിവേഗം കുതിച്ചു. എന്നാൽ അൺലീഷ് കോമ്പാറ്റ് പവർ 63% മാത്രമായിരുന്നു. ഓടിച്ചെന്ന ഹോഷിന അതിന്റെ കാലിൽ വെട്ടി. കാരണം ചലനശേഷി കുറഞ്ഞാൽ അതിനെ പെട്ടെന്ന് ഉന്നം വയ്ക്കാൻ സാധിക്കും. അതിനാൽ പിന്നെയും ചാടിച്ചെന്നതിന്റെ കാലിൽ വെട്ടി. ഇത് ഭ്രാന്ത, നിങ്ങളുടെ സ്യൂട്ടിന്റെ ലിമിറ്റ് എപ്പോഴേ തീർന്നിരിക്കുന്നു എന്ന് ഓക്കനോഗി. എന്നാലും ആ മുറിവെല്ലാം കൈജു ഹീൽ ചെയ്തു. ഹോഷിന നല്ല അവശനായിരുന്നു. എന്റെ പവർ ഔട്ട്പുട്ട് ലോ ആണ്, ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് കിക്കറോ ചാടി വന്നു. ഹോഷിന ഞെട്ടിപ്പോയി. അവൾ വന്നതിനെ വെട്ടാൻ നോക്കിയെങ്കിലും ഒരു പോറൽ പോലും പറ്റിയില്ല. അവൾക്കും തന്റെ ശക്തിയില്ലായ്മ മനസ്സിലായി. അങ്ങനെ തന്നെ ചെയ്തോ ഷിനോമിയ, ഞാനതിന്റെ ശല്യം വെട്ടി പൊളന്നു തരാം, നീ ആ മുറിവിലേക്ക് ആക്രമിക്ക്. അത് പറഞ്ഞ് ഹോഷിന കുതിച്ചു എന്നതിന്റെ കാലിൽ മുറിവേൽപ്പിച്ചു. പിറകെ വന്ന ഷിനോമിയെ ആഞ്ഞു വെട്ടി. അതിന്റെ കാൽ പൊട്ടിത്തെറിച്ചു. കൈജു അലറി. ഷിനോമിയ ചെന്ന് വീണു. കൈജു മുട്ടുകുത്തിയിരുന്നു. അപ്പോൾ കിക്കറുവിനും അലേർട്ട് വന്നു. ഓവർ ഹീറ്റ് ആയോ? ആ, അത്ര മതി, നീ നല്ലപോലെ ചെയ്തു. കൈജുവിന്റെ ശ്രദ്ധ മാറിയിരുന്ന ഈ സമയത്ത് അതിന്റെ പിറയിൽ വന്നു നിന്നിരുന്ന മീന അതിന് നേർക്ക് നിറയൊഴിച്ചു. ആ ആക്രമണത്തിൽ പുറം തകർന്ന് കൈജു നിലത്ത് വീണു. അതിന്റെ കോറും എക്സ്പോസ് ആയിരുന്നു. മീന അടുത്ത അറ്റാക്കിന് തയ്യാറായി. അവളുടെ പക്കൽ ഇനിയൊരു ബുള്ളറ്റ് കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മീനയെ ആക്രമിക്കാൻ മറ്റ് യോജുകൾ വന്നപ്പോൾ അതിനെ ആക്രമിച്ച് ബാക്കി ഓഫീസർമാരും വന്നു ക്യാപ്റ്റന് സപ്പോർട്ട് കൊടുക്കാൻ. ട്രെയിനിങ് ഗ്രൗണ്ടിലെത്തിയ ഓഫീസർമാർ വലിയ കൈജുവിനെയും ആക്രമിക്കാൻ തുടങ്ങി. അതിന് റീജനറേറ്റ് ചെയ്യാൻ സമയം കൊടുക്കരുതെന്ന് ഹോഷിന പറഞ്ഞിട്ട് ഉയർന്നു ചാടി കൈജുവിന്റെ ഇടി ഒഴിവാക്കി ചെന്ന അവൻ കൈജുവിന്റെ കയ്യിൽ കൂടി ഓടി അതിന്റെ ശരീരമാകെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഘോരമായ ആക്രമണം തന്നെ അവിടെ നടന്നു. ഹോഷിനയും കൈജുവും പരസ്പരം അറ്റാക്ക് ചെയ്തു. അവന്റെ മനസ്സിൽ നിൽക്കരുത്, ചിന്തിക്കാതിരിക്കരുത് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അവന് സപ്പോർട്ടായി ഡിഫൻസ് സ്ക്വാഡുമുണ്ട്. കൈജുവിനെ കാര്യമായി തന്നെ വെട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്ന ഹോഷിനയ്ക്ക് നേരെ പെട്ടെന്ന് കൈജു വായും പിളർത്തി വന്നു. അവന് ഒഴിഞ്ഞു മാറാനാവാത്ത അവസ്ഥ. അപ്പോൾ നന്ദി ഹോഷിന, നിന്നെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതിന് എനിക്ക് തെറ്റിയില്ല. അൺലീഷ് കോമ്പാറ്റ് പവർ 96%. ഇപ്പോൾ എനിക്കെന്റെ ശത്രുവിനെ വെടിവെക്കാനുള്ള സമയമായി. മീന പവറപ്പായി. ഞങ്ങളെ ആക്രമിച്ച് നിനക്ക് തെറ്റുപറ്റി. ഒരു അലറലോടെ കൈജുവിന്റെ തലയും ഉടലുമെല്ലാം ചിതറിത്തെറിച്ചു പോയി. കൈജു ചത്തു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം വിടർന്നു. അവോയും ഹാരുവിച്ചിയും മുഷ്ടി മുട്ടിച്ചു. ഇഹാറു അലറി വിളിച്ചു. മീന തിരിച്ചു നടന്നു. കൈജു ചലനമറ്റവിടെ കിടന്നു. ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സ് പരിക്ക് പറ്റിയവരെ ട്രീറ്റ് ചെയ്തു. എന്തോ വിഷമിച്ചിരുന്ന ഷിനോമിയയ്ക്ക് താങ്ങായി ഹോഷിനയും വന്നു. ശേഷം മീനയും അവിടേക്ക് വന്നു. ഇതെല്ലാം കണ്ട് കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും വെള്ളമൊലിപ്പിച്ച് വികാരാധീതനായി നിൽക്കുകയായിരുന്നു കാഫ്ക. ഇതാണ് ക്യാപ്റ്റൻ മീന എന്ന് റെനോ. എനിക്ക് തെറ്റിയില്ല. ചെറുപ്പം മുതലേ ഈ ഡിഫൻസ് ഫോഴ്സിലായിരുന്നു. എനിക്ക് ഇതിന്റെ ഭാഗമാകണമെന്നായിരുന്നു. ഇവരെല്ലാവരും അടിപൊളിയാ. ഒരിക്കൽ എനിക്കും അവർക്കൊപ്പം അങ്ങനെ നിൽക്കണം. കാഫ്ക കരഞ്ഞു. എന്തോ മോന്തയത് എന്നാ ഇവിടെ ഒരുത്തൻ ഇമോഷണൽ ആയിട്ട് നിൽക്കുമ്പോ എന്നെ വർത്താനായത്. എന്തോ മനസ്സാ നിന്റെ. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ചെയ്യാവുന്ന റെനോ. ആ, ക്യാപ്റ്റനെ ഞാനും യോജുവിന്റെ കാര്യം നോക്കിക്കോളാം എന്ന് ഹോഷിന. എന്നാൽ മിന്ന അവനൊരു കൊട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ആദ്യം പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. ആ, ക്യാപ്റ്റന് റെസ്റ്റ് എടുക്കണം. ഇക്കാറുകയും നക്കനോഷിമയും വന്നു. അതെ, ക്യാപ്റ്റന്റെ സ്യൂട്ട് ഓവർഹീറ്റ് ആകാൻ ഇനി 1% മാത്രമേ ഉള്ളൂ എന്ന് ഓക്കനോഗിയും പറഞ്ഞു. അപ്പോൾ മിന്നയുടെ കടുവ എന്തോ ശ്രദ്ധിച്ചു. അത് ഉറക്കെ ഗർജിക്കാൻ തുടങ്ങി. എല്ലാവരും മുകളിലേക്ക് നോക്കുന്നു. കാഫ്കയും റെനോയും മുകളിലേക്ക് നോക്കിയപ്പോൾ നിരവധി യോജുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ ബോംബ് ഉണ്ടാക്കിയിരുന്നു. എന്താ അത്? പറന്നു എന്ന യോജുകൾ ആ വലിയ കുമ്മളയ്ക്കകത്തേക്ക് കയറി. അപ്പോൾ അതിന്റെ അവസാനത്തെ അലർച്ച മരണക്കരച്ചിലല്ലായിരുന്നു. ഇതിന്റെ എനർജി ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. ഇതൊരു അൾട്രാ മാസീവ് യോജു ബോംബാണ്. 20 കിലോടൺ TNTക്ക് തുല്യമാണ് ഇതിന്റെ ബ്ലാസ്റ്റ് റേഡിയസ്. ഒരു ന്യൂക്ലിയർ ബോംബ് പോലെ തന്നെ. പെട്ടെന്ന് ഓഫീസേഴ്സ് വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ ഹോഷിന അവരെ തടഞ്ഞു. എന്നാൽ വെടിയേറ്റ ഒരെണ്ണം പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ അതിന്റെ അപകടം അവർക്ക് അനുഭവപ്പെട്ടു. രക്ഷപ്പെടാൻ മീന അലറി. എന്നാൽ അതിനുള്ള സമയമില്ല. ഈ സാധനം നിലത്തിടിച്ചാൽ മനുഷ്യ, കൈജുവിന്റെ തല സംസാരിച്ചു. ഈ പോരാട്ടം ഒരു സമനിലയായിരുന്നു. പെട്ടെന്ന് അരുത് സെൻബായ്, റെനോ വിളിച്ചു. കാഫ്ക അതിവേഗം അതിനു നേർക്ക് കുതിച്ചു.
കാഫ്ക തിരിച്ചു വന്ന് നിനക്ക് അവിടെ ഒന്നും ചെയ്യാനാവില്ലെന്ന് ഹോഷിനെ അലറി അവന്റെ പിറകെ ഓടി. എന്നാൽ കാഫ്കയ്ക്കൊപ്പം അവന് ചെല്ലാനായില്ല. നിക്ക്, അവനെങ്ങനെ ഇത്ര വേഗത? 1% അൺലീഷ് കോമ്പാറ്റ് പവർ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. കുതിച്ചി എന്ന കാഫ്ക രൂപം മാറി ഉയർന്നു ചാടി. എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. ആർക്കും കണ്ടത് വിശ്വസിക്കാനായില്ല. ബേസിൽ ഒരു വലിയ കൈജു സിഗ്നൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നു. ഫോർട്ടിറ്റ്യൂഡ് 9.8. ഈ സിഗ്നൽ, ഇത് കൈജു നമ്പർ 8. എന്തോ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ സാധ്യതയ്ക്ക് നേരെ ഞാൻ കണ്ണടച്ചു. ഓഷനയ്ക്ക് ആരിശം കയറി. നിനക്കെന്റെ 1% പ്രതീക്ഷയുണ്ട്. എന്നോട് ക്ഷമിക്കണം വൈസ് ക്യാപ്റ്റൻ ഹോഷിന. സോറി കിക്കറു, നിങ്ങൾ സ്വന്തം വാക്ക് പാലിച്ച് ഇതാരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ കള്ളം പറഞ്ഞതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. സോറി ഇച്ചിക്കാവ, എനിക്കിത് ചെയ്തേ പറ്റൂ. മീന, ഞാൻ സെംബായ്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാഫ്ക ഉറക്കെ അലറി. ഈ പോരാട്ടത്തിൽ എല്ലാവരും സ്വന്തം ജീവൻ പണയം വെച്ചു. എനിക്ക് മാത്രം സ്വന്തം കാര്യം നോക്കി പോകാനാവില്ല. മുകളിലേക്ക് അതിവേഗം പറന്നു എന്ന കാഫ്ക, ഞാനും ഈ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാ. ഞാനും 3rd ഡിവിഷനിലെ ഓഫീസറാ. കുതിച്ച് എന്ന ആ ബോംബിൽ ഇടിച്ചു. ഇനി എന്റെ അവസരമാണ്. അവന്റെ അതിശക്തമായുള്ള ഇടിയിൽ ആ ബോംബ് ഉയരത്തിലേക്ക് പറന്നു. കാഫ്ക തിരിച്ച് താഴേക്ക് വീണു. ശക്തമായി വന്ന് നിലം പതിച്ചു. ഡിഫൻസ് മാക്സിമം ആക്കി എല്ലാവരും തറയിൽ കിടക്കാൻ മീനെ അലറി. ബോംബ് പൊട്ടിത്തെറിച്ചു. ട്രെയിനിങ് ഗ്രൗണ്ടിലെ മതിലുകളും കെട്ടിടങ്ങളും തകർന്ന് തെറിച്ചുപോയി. എന്നാലും കാഫ്ക നിന്നിടത്ത് നിന്നു. കാരണം അവന് പിറകിൽ 2 പേരുണ്ടായിരുന്നു. ആകാശം പയ്യെ വ്യക്തമായി. എല്ലാവരും പയ്യെ എണീക്കാൻ തുടങ്ങി. കാഫ്ക നിന്നത് കാരണം ആ 2 ഓഫീസർമാരും രക്ഷപ്പെട്ടു. ആ, ഞാൻ ചെയ്തിരിക്കുന്നു. എൻ്റെ കൈയും കാലുമെല്ലാം അറ്റുപോകുന്ന പോലെ തോന്നുന്നു. ഇങ്ങനത്തെ അഭ്യാസം കാണിക്കാനൊക്കെ എനിക്ക് നല്ല പ്രായമായി. ഹിബിനോ കാഫ്ക അല്ല, മീന അവന് നേർക്ക് തോക്കിയുണ്ടി. കൈജു നമ്പർ 8. അവൻ തിരിഞ്ഞവളെ നോക്കി. നിന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുകയാണ്.